അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റജബ് 27 നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി റജബ് 27 രാവ്, അതായത് മിഹ്റാജിൻ്റെ രാവ് നമ്മളിലേക്ക് ഇതാ കയറി വരുന്നു. ഇന്നത്തെ രാത്രി നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച് ചൊല്ലേണ്ട, എന്നാൽ ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്നതുമായിട്ടുള്ള ഒരു അത്ഭുത ദിക്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി കയറി വരുന്ന ഈ ഒരു സമയം മുതൽ നാളത്തെ പകലിലായിട്ടും ഈ ഒറ്റ ദിക്റിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിയുന്ന അത്രക്കും എണ്ണം അധികരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലുക. അതിനുശേഷം കൈകൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും ഇന്നത്തെ രാവിൻ്റെ മഹത്വം കൊണ്ടും മിഅ്റാജ് എന്ന ദിവസത്തിൻ്റെ പുണ്യം കൊണ്ടും അല്ലാഹു തആല നമ്മുടെ ഏത് ആഗ്രഹവും പെട്ടെന്ന് തന്നെ നമുക്ക് ഹാസിലാക്കി തരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. പരീക്ഷകളിൽ പാസ്സാവുക, ജോലി കിട്ടുക, നല്ല വിവാഹം നടന്ന് കിട്ടുക, നല്ല ഇണയെ കിട്ടുക, നല്ല കുടുംബജീവിതം നയിക്കുക, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവുക, സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് ആ ഒരു പ്രയാസം ഇല്ലാതെയാക്കുക, നല്ല ഒരു വീട് വെക്കുക, നല്ലൊരു ജീവിതം നിലനിർത്തുക, സമാധാനവും സന്തോഷവും കൊണ്ടുപോവുക, അതുപോലെ രോഗങ്ങൾ ശിഫയായി കിട്ടുക, അങ്ങനെ ഒട്ടനവധി ആഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ഇതിലേത് ദുനിയാവിലെയും ആഖിറത്തിലേക്കുമുള്ള ആഗ്രഹമാണെങ്കിൽ പോലും അത് നിങ്ങളിലേക്ക് നടത്തി കിട്ടുവാൻ ഇന്നത്തെ ഈ ഒരു രാവിലെയും നാളത്തെ പകലിലെയും നിങ്ങൾ ഉപയോഗിച്ചു നോക്കൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഈ ഒരു ദിക്റാണ് നിങ്ങളെല്ലാവരും ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഈ ഒരു ദിക്റ് ഒരു വട്ടം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നാളെ സ്വർഗീയ ലോകത്ത് നമുക്ക് വേണ്ടി ഒരു വൃക്ഷം നടുന്നതാണ് എന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 100 വട്ടമോ ഒരു 500 വട്ടമോ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല എത്രയോ വൃക്ഷങ്ങളെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അല്ലാഹു തആല അത്രക്കും കാരുണ്യവാനും കരുണാനിധിയുമാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ ഒരു ദിക്റിനെ നിങ്ങൾ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് അധികരിപ്പിച്ചുകൊണ്ട് ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്റിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. പുതിയൊരു അറിവുമായി അടുത്ത ക്ലാസ്സിൽ വരാം. അസ്സലാമു അലൈക്കും.